ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് 15 ഫെബ്രുവരി 2026, ഈ മാസത്തെ 15-ാമത്തെ ദിവസം, ഈ വർഷത്തെ 46-ാമത്തെ ദിവസം, ആരാധന വർഷത്തിലെ 16-ാമത്തെ ഞായറാഴ്ച, സൺഡേ സ്കൂൾ ജീവകാരുണ്യ ദിനം ആണ് ഇന്ന്. കൊത്തിനെ ഞായർ എന്നറിയപ്പെടുന്ന ഈ നോമ്പ് വലിയ നോമ്പിൻ്റെ പേതുർത്ത ഞായർ എന്നും അറിയപ്പെടുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗേലിയോൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗം ആണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി എന്ന് വായിച്ചു തുടങ്ങുന്ന ഈ വേദഭാഗം നാം നോക്കുമ്പോൾ മനസ്സിലാകുന്നത് 4 കാര്യങ്ങൾ ആണ്. ഒന്ന്, ദി ഗ്രേറ്റ്നെസ് ഓഫ് മദേഴ്സ് മീഡിയേഷൻ, അമ്മയുടെ മധ്യസ്ഥതയുടെ മഹാത്മ്യമാണ് നാം ഇവിടെ കാണുന്നത്. രണ്ടാമത്തത്, അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ മദർ ആൻഡ് സൺ, അമ്മയുടെയും മകൻ്റെയും പരസ്പര ധാരണ. മൂന്നാമത്തത്, യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം, ദി ഫസ്റ്റ് മിറക്കിൾ ഓഫ് ജീസസ് ഇൻ ഹിസ് പബ്ലിക് അഡ്രസ്സിങ്. നാലാമത്തത്, സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. ഒന്നാമത്തത്, അമ്മയുടെ മധ്യസ്ഥതയുടെ മാഹാത്മ്യം. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അവർ കാണിച്ചു കൊടുക്കുന്നതായ മാതൃക നമ്മുടെ കുഞ്ഞുങ്ങൾ അനുകരിക്കുന്നുണ്ടോ എന്ന് ആ മാതാപിതാക്കളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ അനുകരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പുറകിലുള്ള പശ്ചാത്തലം എന്താണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നാം ഈ വേദഭാഗം കാണുന്നത് നമ്മുടെ അമ്മയുടെ മധ്യസ്ഥത സ്വീകരിച്ച് അവൻ അത് അനുസരിക്കുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെയാണ് മാതാവിൻ്റെയും സ്ഥാനവും ലോകരക്ഷകനായ മകൻ്റെ അനുസരണവും നാം കാണുന്നത്. രണ്ടാമത്തത്, മകനും അമ്മയും ആയിട്ടുള്ള ആ പരസ്പര ധാരണയാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ നാം കാണുന്നത് അവരുടെ പരസ്പര ധാരണ എത്ര ബലപ്പെട്ടതാണ് എന്നുള്ളതാണ്. അവരുടെ വിശ്വാസമാണ് ഒരാളിനെ അവഗണിക്കുന്നില്ല എന്ന ഉറപ്പാണ് നാം ഇവിടെ കാണുന്നത്. ഇന്നത്തെ ലോകത്ത് കാണാത്തതായ ആ കെട്ടുറപ്പ്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പരസ്പരം ബഹുമാനിക്കുന്നതായി നാം കാണുന്നു. മകൻ അമ്മയോട് എനിക്കും നിനക്കും എന്ത്, നാം ഇവിടെ ക്ഷണിക്കപ്പെട്ടവർ മാത്രം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും മിണ്ടാതെ തൻ്റെ ഭൃത്യന്മാരോട് പറയുന്നു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന്. ആ വിശ്വാസം ഇന്ന് നമ്മളുടെ മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയ്ക്ക് ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ അടയാളമാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിവരിക്കുന്ന 7 അടയാളങ്ങളിൽ ആദ്യത്തേതാണിത്. അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് പ്രവർത്തിച്ച ഈ അത്ഭുതം യേശു ക്രിസ്തുവിലൂടെ ദൈവരാജ്യം നമ്മിലേക്ക് വന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നാം കാണുന്നത് നിറമോ മണമോ ഇല്ലാത്ത വെള്ളം യേശുവിൻ്റെ തീരുമാനത്താൽ വീഞ്ഞായി മാറുന്നു. അതും മേൽത്തരം 1-ാം തരം വീഞ്ഞായി മാറുന്നതായി നമ്മൾ കാണുന്നു. സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നു. ഇവിടെ നമ്മളും നമ്മുടെ സൃഷ്ടാവിനെ തിരിച്ചറിയണം. ഓരോ വ്യക്തിയും വൈശിഷ്ട്യമുള്ള വ്യക്തികളായി മാറണമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നത്. അത് നമുക്ക് മനസ്സിൽ മറക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്പെടും. കൊത്തിനെ ഞായർ, കാനാവിലെ വിവാഹം പേതുർത്ത ഞായർ എന്നും അറിയപ്പെടുന്നല്ലോ. പേതുർത്ത എന്നത്
സുറിയാനി പദത്തിൻ്റെ ഒരു മലയാളീകരിച്ച പദമാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് നോമ്പിലേക്കും ഉപവാസത്തിലേക്കും പ്രവേശിക്കുന്നതിനെയാണ് ഈ പദം അർത്ഥമാക്കുന്നത്. വലിയ നോമ്പിന് സുറിയാനിയിൽ സൗമോ റാബോ എന്നും അറിയപ്പെടുന്നു. 50 നോമ്പിൻ്റെ ദിവസങ്ങളെ സംബന്ധിച്ച് ഹൂദായ കാനോൻ 5-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത് 40 നോമ്പ് 48 ദിവസങ്ങൾ കൊണ്ടത്രേ പൂർത്തീകരിക്കപ്പെടുന്നത്. 8 ദിവസങ്ങൾ പീഡാനുഭവത്തിൻ്റെ ആഴ്ച മൂലം കൂടുതലായി ചേർത്തിരിക്കുന്നത് അത്രേ. അല്ലെങ്കിൽ 40-ാം വെള്ളിയാഴ്ച കൊണ്ട് ആ നോമ്പ് പൂർത്തീകരിക്കപ്പെടുമായിരുന്നു. 40 നോമ്പിൻ്റെ മുൻകുറികൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 18-ാം വാക്യം നോക്കുമ്പോൾ നമുക്കതിൽ കാണാവുന്ന ഒരു കാര്യമുണ്ട്. മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പോലും 40 രാവും പർവ്വതത്തിൽ ആയിരുന്നു എന്ന് നമുക്ക് അവിടെ അത് കാണുവാൻ സാധിക്കും. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു, ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പോലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു എന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇവിടെ ഈ സഭയിൽ ഏലിയാവിനെ കൊന്നുകളയുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവദൂതൻ ഏലിയാവിന് പ്രത്യക്ഷനായി. ആ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതൊരു നോമ്പിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് അനുതാപത്തിലേക്ക് നയിച്ച് വിശുദ്ധി പ്രാപിച്ച് സൗഹൃദങ്ങൾ അനുഷ്ഠിച്ച് നിത്യതയിലേക്ക് ഒരുങ്ങുക എന്നതാണല്ലോ. നമുക്ക് അതിനായിട്ട് ശ്രമിക്കാം. ഇവിടെ നാം കണ്ടതായ 4 കാര്യങ്ങളുണ്ട്. 1, ഗ്രേറ്റ്നെസ് ഓഫ് ദ മദേഴ്സ് മീഡിയേഷൻ, അമ്മയുടെ മധ്യസ്ഥതയാണ്, യുടെ മാഹാത്മ്യമാണ് നമ്മളിവിടെ കണ്ടത്. രണ്ടാമത്തത് അമ്മയുടെയും മകൻ്റെയും പരസ്പര ധാരണ, അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ മദർ ആൻഡ് സൺ. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം, അതായത് ദി ഫസ്റ്റ് മിറക്കിൾ ഓഫ് ജീസസ് ഇൻ ഹിസ് പബ്ലിക് അഡ്രസ്സിങ്. നാലാമത്തത് സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. നാം ഓരോരുത്തരും അവൻ്റെ സൃഷ്ടിയാണ്. നമുക്കും അവനെ തിരിച്ചറിയുവാൻ ശ്രമിക്കാം, അവന് വേണ്ടി ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ വലിയ നോമ്പ് അതിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വലിയ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ശ്രമിക്കുന്നുവെങ്കിൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് ഒരു അവകാശിയായി തീരുവാൻ സാധിക്കും. ഇപ്പോഴത്തെ കാലത്ത് ഏത് നിമിഷവും വിളിക്കപ്പെടാവുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. കാരണം അനേക തരത്തിലുള്ള രോഗങ്ങൾ, നമ്മളാരും മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും അറിയുന്നത്. ആയതിനാൽ നമ്മൾ ദൈവത്തിൽ ശരണപ്പെട്ട് ഈ നോമ്പെങ്കിലും നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് ആ ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.